രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. സാധാരണ റെസിപ്പി കാണിച്ച് അങ്ങ് പോവാറാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ബാംഗ്ലൂരൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ പുതിയ റെസിപ്പി ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്നാക്കാണ്. ബേക്കറിയിലൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന റിബൺ പക്കോടയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളത്. നമ്മൾ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ എടുത്ത് ഇങ്ങനെ കഴിച്ചു, എത്ര വേണേലും കഴിച്ചു. നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വളരെ സിമ്പിളാണ്. നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തിനല്ലേ വെറുതെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നത്. എന്തായാലും നമുക്ക് വേഗം, ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം ചെന്നിട്ട് റിബൺ പക്കോട ഒരുമിച്ചുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ റിബൺ പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കടലപ്പൊടിയാണ്, അതുപോലെ തന്നെ അരിപ്പൊടിയാണ്. ഇത് രണ്ടും നമ്മൾ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് 250 ml. അതൊന്നും നോക്കണ്ട, നമ്മളെ കയ്യിൽ ഏതാണോ മെഷർമെൻറ്റ് ആ ഒരു പാകത്തിന്. അപ്പോൾ ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ 2 കപ്പിന് 3/4 കപ്പ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് 1/4 കപ്പ് അരിപ്പൊടി. അത് ഏതിൻ്റെ ടേസ്റ്റ്, കടലപ്പൊടിയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഇതിപ്പോൾ മുളക് പൊടി ഞാൻ സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അളവ് കൂട്ടിയിട്ട് എടുക്കാം. നമുക്ക് കാണാമല്ലോ, ചിലപ്പം ഈ ഒരു പക്കോട എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു ഡാർക്ക് കളറായിട്ട് വരും. അതിന് നമുക്ക് കൂടുതലായിട്ട് കാശ്മീരി ചേർത്താൽ മതി, കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി പേസ്റ്റാണ്, ഇതും ഒരു 1 ടീസ്പൂൺ ഓളം വന്നിട്ടുണ്ട്. പിന്നെ ജീരകം എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ്. പിന്നെ നമ്മൾ കായത്തിൻ്റെ പൊടി എടുക്കുന്നുണ്ട്. അത് കുറച്ച് മാത്രം, ഒരു 1/4 ടീസ്പൂൺ, അത്രത്തോളം ഒന്നും വേണ്ട. നമുക്ക് ഒരു ജസ്റ്റ് ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇടാം. നമ്മുടെ ഉപ്പ് വേണം. ഇതിൻ്റെ കൂടെ ചില ആൾക്കാർ ചെറിയുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ചേർക്കുന്നില്ല, ആകെ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ട സാധനം എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. എന്താ, സേവനാഴി എന്നൊക്കെ പറയും. നമ്മൾ നൂൽപുട്ട് ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവമാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ കറക്കി എടുക്കുന്നതാണ്, പ്രസ് ചെയ്യുന്നതും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അച്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു നൂൽപുട്ടിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ കുറേ അച്ച് വരാറുണ്ട്, ഈ നുറുക്ക് ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഓയിൽ വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൗൾ എടുത്തു ഇതിൻ്റെ കൂട്ടൊക്കെ കുഴയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതിലേക്ക് നമുക്ക് കടലപ്പൊടി ഇട്ടാം, അതുപോലെ തന്നെ അരിപ്പൊടി, ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് ആദ്യം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് കുറച്ച് ജീരകം ഉണ്ടല്ലോ, ആ ജീരകം ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. പൊടിച്ചല്ല, ഒന്ന് ചതയ്ക്കാന്ന് പറയില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഇതുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ചതച്ച് വന്നിട്ടുണ്ട്. അധികമൊന്നും വേണ്ട, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചതയ്ക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കായത്തിൻ്റെ പൊടി വേണമെന്നുള്ള, അത് കുറച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ആവണ്ട കേട്ടോ, അതിൻ്റെ ആ ഒരു മണം വരണമെന്നേ ഉള്ളൂ. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിൽ. ഇനി ഇപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. നോക്കിയിട്ട്, അളവ് പറയുന്നില്ല, വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇത് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കാം. നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇവിടെ കുറച്ച് നേരം നിൽക്കട്ടെ. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ ഇതിവിടെ വെച്ചുകൊണ്ട്
നമുക്കിനി ഇത് ഫ്രൈ ചെയ്യേണ്ട പാത്രമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് വരുന്ന ആ ഒരു സമയം അത്രയും നേരം ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചൊക്കെ വെച്ചു. അപ്പം ഇനി ഫ്രൈ ചെയ്യാനുള്ള പാനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സേവനാഴിയിലേക്ക് നിറയ്ക്കണം. അതിൻ്റെ മുമ്പ് ഞാൻ കയ്യിലോട്ട് കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്ന് ഇതിലിങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ജസ്റ്റ് ആക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് നിറച്ച് കൊടുക്കുകയാണ്. നമ്മൾ നൂൽപുട്ടൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ കുറച്ചെടുക്കുക. നിറച്ച് കൊടുക്കുക. കണ്ടോ? അപ്പം സംഭവം റെഡിയായിട്ടുണ്ട്. റെഡിയാണ്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലേക്ക് ഇനി ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനൊക്കെ വെച്ചു. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കുകയാണ്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നല്ലോണം വേണം കേട്ടോ. മുക്കി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ, അപ്പം കുറച്ച് ഓയിൽ ആവശ്യമാണ്. ഈ ഓയിൽ നല്ല പോലെ ചൂടായി വരണം കേട്ടോ. നല്ല പോലെ ചൂടായിട്ട് മാത്രമാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പക്കോടേൻ്റെ കാര്യം. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇപ്പോൾ ഇത് പത വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലാണ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആയതുകൊണ്ടാണ് ഈ ഒരു പത കേട്ടോ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം കേട്ടോ. ടിഷ്യൂ ഒക്കെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാറ്റി. അപ്പോൾ ഇത് അവസാനത്തെ ബാച്ചും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി ഫ്രൈ ചെയ്ത് മേലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റിബൺ പക്കോട അവിടെ അങ്ങ് റെഡിയാവും. പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് അത് ഇട്ട് കൊടുക്കുക. അപ്പം കുറേ ദിവസം നല്ല ക്രിസ്പി ആയിട്ട് കറുമുറു കടിക്കാൻ പാകത്തിന് നിന്നോളും. സ്റ്റവൊക്കെ ഓഫാക്കട്ടെ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നീളത്തിലല്ലേ ഉണ്ടാവുക. നമുക്കൊന്നിങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. കേൾക്കുന്നില്ലേ ശബ്ദം? അപ്പോൾ നമ്മുടെ പക്കോടയൊക്കെ റെഡിയായി. ഇപ്പോൾ കുറച്ച് അതിൻ്റെ ലെങ്ത്തൊക്കെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. കുറച്ച് നല്ലൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റൊക്കെ ചെയ്യണമല്ലോ. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ടേസ്റ്റിംഗ് പരിപാടിയാണ്. ഓക്കെ, സൗണ്ട് കേട്ടില്ല? നല്ല ക്രിസ്പിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഉപ്പ് ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആവുമായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ കഴിച്ച് ലാസ്റ്റ് എത്തുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എരിവ് വരുന്നത്. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂട്ടാട്ടോ. പക്ഷേ എനിക്ക് ഇത് പാകമായിട്ടാണ് തോന്നുന്നത്. ഒരുപാടില്ല, പക്ഷേ കടിച്ച് വരുമ്പോൾ ആ ഒരു എരിവ് കിട്ടുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ആ ഒരു ജീരകം ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. കടലപ്പൊടിയുടെ ടേസ്റ്റ് അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് കടലപ്പൊടി നല്ല ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി കൂടുതലെടുത്തിട്ട് അരിപ്പൊടി കുറച്ചാലും മതി. അപ്പോൾ എന്തായാലും
സംഭവം സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സേവനാഴിയുടെ ആ ഒരു അച്ചുണ്ടല്ലോ അതിന് കുറച്ച് വീതി കുറവായതുകൊണ്ടാണ് ഇതുപോലെ. അപ്പോൾ നല്ല വീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും കണ്ട എന്തൊരു ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വെറുതെ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട, എളുപ്പമാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ കുറിക്കാൻ പറ്റിയ ഒരു ഒന്നാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ എന്തെങ്കിലും പുതിയ വിഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.